പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഞങ്ങളുടെ കർത്താവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ചെയ്തതും ഉപകാരങ്ങൾക്കും ഈ സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപം ഞങ്ങളോട് മോചിക്കണമേ. നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്നിരിക്കണമേ. ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കുചേരുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ശരീരത്തിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് സകല ദുഷ്ടതകളും ദുരാത്മാക്കളും മാറി യേശുവിന്റെ വചനം കേൾപ്പാനും അത് ഹൃദയത്തിന്റെ ഉള്ളിൽ പ്രവേശിപ്പാനും ഒരു സ്പിരിച്വൽ ലൈഫ് ആരംഭിപ്പാനും ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നെ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നെ പുതുജീവൻ പകർന്നവനാ. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം ചേർന്ന് വായിക്കാം. അവൾ ജാരന്മാരെ പിന്തുടരും, എങ്കിലും അവരോടൊപ്പം എത്തുകയില്ല. അവൾ അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ലതാനും. അപ്പോൾ അവൾ, ഞാൻ എൻ്റെ ആദ്യത്തെ ഭർത്താവിന്റെ അടുക്കൽ മടങ്ങിപ്പോകും, ഇന്നത്തേക്കാൾ അന്ന് എനിക്കേറെ നന്നായിരുന്നുവല്ലോ എന്ന് പറയും. ഹല്ലേലൂയ. വഴിതെറ്റിപ്പോയ ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ ഉന്നതിയാണ്. എന്താണ് സ്പിരിച്വൽ ലൈഫ്? എന്താണ് ആത്മീയ ജീവിതം? എങ്ങനെയാണ് ആത്മീയ ജീവിതം ലഭിക്കുന്നത്? മനുഷ്യരെല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യനെ കാണുമ്പോൾ, അവനിൽ സ്പിരിച്വൽ ലൈഫ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ദൈവത്തിന്റെ അടുത്ത് വന്നാലും അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടാലും പിന്നെയും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു സ്പിരിച്വൽ ലൈഫ് ആരംഭിച്ച മനുഷ്യൻ അവൻ പാപത്തിലേക്ക് പോകുമ്പോൾ, തിന്മയെ തേടി പോകുമ്പോൾ, അത് അവന്റെ ഒരു സുഖം കൊടുക്കില്ല, അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് അവൻ ചെല്ലില്ല. അല്ലെങ്കിൽ പാപത്തിന്റെ അടുത്ത് വരാതെ, പാപത്തിന്റെ അടുത്തേക്ക് ചെല്ലാതെ ദൈവം അവനെ കരുതുന്നു. സോ ഫസ്റ്റ് ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഇതാണ്: നമുക്കൊരു വിശുദ്ധ ജീവിതമോ ഒരു സ്പിരിച്വൽ ലൈഫോ നയിക്കാൻ കഴിയുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല. പാപം നമ്മുടെ അടുത്ത് വരാതെ ദൈവം നമ്മെ കരുതുന്നു. ഹല്ലേലൂയ. ആ ഒരു വലയത്തിന്റെ ഉള്ളിൽ ജീവിക്കുന്നതാണ് ആരാധനാ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, വചന വായനയുടെ ജീവിതം. ഇതെല്ലാം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് പാപത്തെ ജയിക്കാൻ കഴിയില്ല. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്വീകരിക്കാൻ കഴിയില്ല. നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊരു ആത്മീയ ജീവിതം നയിക്കാൻ പറ്റില്ല. പക്ഷേ നാം പാപത്തിലേക്ക് പോകുമ്പോഴും ആ പാപത്തിന്റെ അടുത്ത് ചെല്ലാതെ കരുതുന്ന ഒരു ശക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് സ്പിരിച്വൽ ലൈഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെയാണ് ചില നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ അടുത്ത് ഇരുന്നപ്പോൾ ലഭിച്ചതായ സന്തോഷം ഓർക്കുന്നത്. ലോകത്തിന്റെ പിന്നാലെ പോകുന്നത് സ്വാഭാവികമാണ്. ഒരു പ്രയാസം വന്നപ്പോൾ ദൈവസന്നിധിയിൽ വന്നു, ആ പ്രയാസം മാറിയപ്പോൾ പിന്നെയും ജാരന്മാരെ അന്വേഷിച്ചു പോയതുപോലെ ലോകത്തിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ എന്താണ് ഡിഫറൻസ് നോക്കുക. ഞാൻ അങ്ങനെ പോകുമ്പോൾ അതിലകപ്പെട്ടു പോകാതെ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുകയും എന്നെ കരുതുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവസ്നേഹം എന്നെ പിന്തുടരുന്നു. പിന്നീട് അതെന്നെ തിരിച്ചു കൊണ്ടുവരുന്നു, അതെന്നെ ചേർത്ത് പിടിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെയും എന്നെയും അപ്രകാരം ഇപ്പോൾ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ ഈ സംരക്ഷണ കവചത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നവർ എന്നോടൊപ്പം പ്രാർത്ഥിക്കുക. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈ സന്തോഷം ഓർക്കുന്നതാണ്. അപ്പന്റെ വീടിനെ കുറിച്ചുള്ള സന്തോഷം, ദൈവസന്നിധിയിലുള്ള സന്തോഷം, നിത്യതയെക്കുറിച്ചുള്ള സന്തോഷം. ഇത് നമുക്ക് ഓർമ്മ വന്നില്ല എങ്കിൽ നാം പാപത്തിന്റെയും ലോകത്തിന്റെയും പിന്നാലെ പോകും. പക്ഷെ ഓർമ്മ വന്നാലോ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മെ ഭരിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളായിരിക്കും അത്. ഇപ്രകാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ഒരു സ്പിരിച്വൽ സർക്കിളിലേക്ക് എൻ്റർ ചെയ്യാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കൂ. ദൈവമേ, ഈ സമയത്ത് എനിക്ക് ഇതുപോലെ ഒരു ദൈവിക സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ജാരന്മാരെ തിരഞ്ഞുപോയ സ്ത്രീ അവിടെ എത്തിയില്ല. അവൾ അവളുടെ ആദ്യത്തെ ഭർത്താവിന്റെ കുടുംബം ഓർത്തു എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും ദൈവസന്നിധിയിലുള്ള സന്തോഷം ഓർത്ത് പാപത്തിന്റെയും അശുദ്ധിയുടെയും തിന്മയുടെയും പിന്നാലെ പോകാതെ തിരികെ നടപ്പാനും ചേർന്ന് വരാനുമുള്ള ഒരാഗ്രഹം പ്രകടിപ്പിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആത്മീയ ജീവിതം ആരംഭിക്കട്ടെ. ഹല്ലേലൂയ. അവരുടെ ഹൃദയത്തിലും ജീവിതത്തിലുമുള്ള സകല ദുഷ്ടതകളും പൈശാചിക ബാധകളും പാപത്തിന്റെ ബന്ധനങ്ങളും പൈശാചിക കെട്ടുകളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. ഈ ദൈവമക്കൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. അവർ കർത്താവിന്റെ മക്കളായി രൂപാന്തരപ്പെടട്ടെ. വിശുദ്ധിയുടെ ഭാഗമായി മാറട്ടെ. ആനന്ദതൈലം കൊണ്ട് അഭിഷേകം പ്രാപിക്കട്ടെ. ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോരുത്തരും ദൈവകൃപ കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചതിനായി നന്ദി പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ. പ്രിയപ്പെട്ടവരെയും 2 ശുശ്രൂഷയാണ് ദിവസവും നമുക്കുള്ളത്. പകൽ നേരം 2 മണിക്കുള്ള ചെറിയ പ്രാർത്ഥനായോഗം, വൈകുന്നേരം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗം. ഈ 2 ശുശ്രൂഷകളും നമ്മുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറട്ടെ. വിശുദ്ധിയോടുകൂടെ ദൈവ സന്തോഷത്തിൽ വളരാൻ ദൈവം നിങ്ങളെ വിളിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംബന്ധവും ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും നിങ്ങളായിരിക്കുന്ന മേഖലകളിൽ നിങ്ങളുടെ ജീവിത വഴികളിൽ ഉണ്ടാകട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.